പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിട്ട് പേടി തോന്നിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. പിന്നെ ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം നമ്മളെടുത്ത വാക്സിൻ ഇതെന്താണെന്ന് ആക്ച്വലി ഒരു ഐഡിയ ഇല്ല. ഒരു പ്രോപ്പർ ടെസ്റ്റ് പോലും ചെയ്യാതെയാണ് നമ്മൾ ഈ വാക്സിനൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി. പിന്നെ ഡോക്ടേഴ്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ആരുടെ ECG എടുത്താലും ECGയിൽ ഒരു വേരിയേഷൻ ഉണ്ട് നോർമലി ഈ കൊറോണയ്ക്ക് ശേഷം. കാര്യം എനിക്ക് കൊറോണ വന്നാറാണ്. പിന്നെ ഞാൻ 2 വാക്സിനും എടുത്തിട്ടുണ്ട്. അപ്പം മേ ബി ഇതൊക്കെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഭയങ്കര അൺഹെൽത്തി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറക്റ്റ് സമയത്തല്ല ഫുഡ് കഴിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്, പക്ഷേ കറക്റ്റ് സമയത്തല്ല. ഉറക്കം പ്രോപ്പറായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ കാരണമായിരിക്കാം മേ ബി. എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന്. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഫേസ് ചെയ്താൽ മതി. ആദ്യം നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ നമുക്കത് പിന്നീട് യൂസ്ഡ് ആയിക്കോളും. പിന്നെ ഒരാൾ എനിക്ക് ഇങ്ങോട്ട് നല്ലൊരു അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു. കാര്യം ജിമ്മിൽ പോകുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ നല്ലൊരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ഡയറ്റിങ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ 100% കറക്റ്റാണ്. കാര്യം ജിമ്മിൽ പോയിട്ട് ചിലപ്പോൾ അവിടെയുള്ള, ഞാനൊരു ജിം ട്രെയിനറാണ്, പക്ഷേ എനിക്ക് ഡയറ്റിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടുന്ന ഫുഡ് കഴിക്കുന്നു, പോകുന്നു, പിന്നെ വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്യും, നല്ല ഹെവി ലിഫ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇഷ്യൂസൊക്കെ വരും, നമുക്കറിയത്തില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഒരു 1000 രൂപ മുടക്കി ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ട്രോപ്പൈ എന്നാണ് അതിനെ പറയുന്നത്. എനിക്ക് ആ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ട്രോപ്പൈ എന്നാണ് ടെസ്റ്റിനെ പറയുന്നത്. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. കാര്യം ഇത് എനിക്കൊരു ഡൗട്ട് തോന്നി, ഇതിപ്പം എല്ലാവർക്കും ഇങ്ങനെ ഹൈ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് എൻ്റെ ഫ്രണ്ടിനെ കൂടെ ഞാൻ കൊണ്ട് അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. പുള്ളിയുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1.7 ആണ്. 1.7 പുള്ളിയുടേത്. എൻ്റെത് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 209 എങ്ങാണ്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഡിഫറൻസ് ആണുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അപ്പം എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരാം. എന്തായാലും മെഡിസിൻ എടുത്ത് മാറ്റാൻ പറ്റുന്നതാണെന്ന് ഞാൻ പൊതുവേ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ.